അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് സോയിക്കിളെ വെച്ചിട്ട് ഒരു വെറൈറ്റി പോക്കാച്ചി തവളേനെ ഉണ്ടാക്കിയാലോ. ഈ പോക്കാച്ചിന്ന് കേട്ടപ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയില്ലേ? സംഭവം വേറൊന്നുമല്ല, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ തവളേനെ വിളിച്ചിട്ടുണ്ടെന്ന് പോക്കാച്ചി എന്നാട്ടോ. അങ്ങനെ വിളിച്ച് ഇപ്പോഴും ഒരു തവള ചാടിപ്പോണുണ്ടാ. ഫ്രോക്കെന്ന് വിളിക്കാൻ പോലും തോന്നൂല, തവളേന്ന് വിളിക്കാൻ തോന്നൂല. പകരം പോക്കാച്ചിന്ന് വിളിക്കാൻ എനിക്ക് തോന്നാറ്. അതിപ്പോൾ വായിൽ അങ്ങനെ പെട്ടെന്ന് വരുന്നതേ, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളിന്ന് സോയിക്കിളെ വെച്ചിട്ട് ഈ ഒരു ഫ്രോഗിനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു 2 മണിക്കൂർ. പക്ഷേ 2 മണിക്കൂറും ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബഹളം വെച്ചപ്പോൾ ഒന്ന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങളൊരു ലൈക്ക് തരാതെ പോകുന്നത് ഭയങ്കര സങ്കടപ്പെടുത്തുന്ന കാര്യം കേട്ടോ. ഇപ്പോൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോട്ടെ, കാരണം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ് കേട്ടോ ഗൈസ്. എൻ്റെ പഴയ വീഡിയോയിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞാനിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ടൈം കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് എഡിറ്റിങ്ങിലൊക്കെ മാറ്റം വരുത്താനായിട്ട് എനിക്ക് പറ്റാത്തത്. ഇനിയിപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വർക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകാത്തതായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ സോയിക്കിളെ വെച്ചിട്ടുള്ള ഫ്രോഗ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാനും ക്ലേ ആർട്ടിലൊരു ബിഗിനറാണ് കേട്ടോ, അങ്ങനെ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, അതെനിക്ക് ഉറപ്പായിട്ടും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഇതൊരു റെഫറൻസ് എടുത്തിരിക്കുന്നത് പിൻട്രസ്റ്റിൽ കണ്ട ഒരു ഇമേജ് വെച്ചിട്ടാണ് കേട്ടോ. അതുപോലെ വന്നിട്ടില്ല, എന്നാലും കളർ ചെയ്ത് കഴിയുമ്പോൾ ഇനി എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഉടനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ഗൈസ്. എന്നാൽ പിന്നെ ഓക്കെ.